വചനം 63. വാക്കർത്ഥം. വഇബാദുർ റഹ്മാനി, റഹ്മാന്റെ അടിയാന്മാർ, അല്ലദീന യാതൊരു കൂട്ടരാകുന്നു, യംശൂന അവർ നടക്കും, അലൽ അർദി ഭൂമിയിൽ, ഹൗനൻ വിനയത്തോടെ എളിയ നിലയിൽ, വഇദാ ഖാതബഹും അവരെ അഭിമുഖീകരിച്ചാൽ, അവരോട് നേരിട്ടാൽ, അൽ ജാഹിലൂന അജ്ഞന്മാർ, മൂഢന്മാർ, അറിവില്ലാത്തവർ, ഖാലു അവർ പറയും, സലാമൻ സമാധാനമായത്, സമാധാന വാക്ക് സലാം എന്ന്. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. റഹ്മാനായുള്ളവൻ്റെ അഥവാ പരമകാരുണികൻ്റെ അടിയാന്മാർ ഭൂമിയിൽ വിനയത്തോടെ നടക്കുന്നവരത്രേ. അറിവില്ലാത്തവർ അവരെ അഭിമുഖീകരിക്കുന്നതായാൽ അവർ സമാധാനപരമായത് പറയുന്നതാണ്. 63-ാം വചനത്തിൻ്റെ വിശദീകരണം. റഹ്മാന്റെ അടിയാന്മാർ എന്ന് വിശേഷിപ്പിച്ചതു തന്നെ ഈ ഭാഗ്യവാന്മാരുടെ ശ്രേഷ്ഠതയ്ക്ക് മകുടം ചാർത്തുന്നു. ഇവർ പിശാചിൻ്റെയോ ദേഹേച്ഛയുടെയോ ഐഹിക സുഖത്തിൻ്റെയോ പരദൈവങ്ങളുടെയോ അടിമകളാകാതെ പരമകാരുണികന്റെ സാമീപ്യത്തിനും അപാരമായ കരുണക്കും പാത്രവാന്മാരായിട്ടുള്ളവരാണെന്ന് ആ പേരു തന്നെ സൂചിപ്പിക്കുന്നു. ഇവരുടെ ലക്ഷണങ്ങളായി 9 സൽഗുണങ്ങൾ അല്ലാഹു ഇവിടെ എടുത്തു പറയുന്നത് കാണാം. ഒന്നാമത്, അവർ ഭൂമിയിൽ കൂടി നടക്കുന്നത് വിനയത്തോടെയായിരിക്കും, അടക്കത്തോടും ഒതുക്കത്തോടും കൂടി, അനാവശ്യത്തിലും അക്രമത്തിലും പങ്കെടുക്കാതെ, വിനോദങ്ങളിൽ മുഴുകാതെ, അഹംഭാവമോ പത്രാസോ കൂടാതെ വളരെ പാകതയുള്ളവരായിട്ടാണ് അവർ ഭൂമുഖത്ത് കഴിഞ്ഞുകൂടുക. അഥവാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നിവേദനം ചെയ്യപ്പെട്ടതുപോലെ അറിവും സഹനവും ഒതുക്കവും മാന്യതയും ഉള്ളവരായിരിക്കും. മന്ദം നടന്നു പോകണമെന്നല്ല ആയത്തിൻ്റെ താൽപ്പര്യം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ നടത്തത്തെക്കുറിച്ച് വിവരിക്കുന്ന ഹദീസുകളിൽ അവിടുന്ന് വേഗം കാലടികൾ പൊക്കിയെടുത്ത് നടക്കുകയും ഒരു കുന്നിൻ ചരുവിൽ കൂടി ഇറങ്ങിവരുന്ന പ്രകാരം എളുപ്പത്തിൽ നടക്കുകയും പതിവായിരുന്നുവെന്ന് കാണാം. രണ്ടാമത്, അജ്ഞന്മാരായ കാര്യവിവരമില്ലാത്ത ആളുകൾ അവരുമായി അഭിമുഖീകരിക്കുമ്പോൾ അവർ സമാധാനപരമായ വാക്കുകൾ ഉപയോഗിക്കും. അവർ ഇങ്ങോട്ട് ഉപയോഗിക്കുന്ന തരത്തിലുള്ള വിഡ്ഢിത്തങ്ങളോ മര്യാദകെട്ട വാക്കുകളോ അങ്ങോട്ട് പറയാതെ വിട്ടുവീഴ്ചയും നല്ല വാക്കും ഉപയോഗിക്കും എന്നർത്ഥം. ഈ 2 ഗുണങ്ങളിൽ നിന്ന് ഇവരുടെ സ്വഭാവഗുണം പൊതുവിലും ജനങ്ങളുമായുള്ള പെരുമാറ്റക്രമം വിശേഷിച്ചും മനസ്സിലാക്കാമല്ലോ. എന്നാൽ അല്ലാഹുവുമായുള്ള കാര്യങ്ങളിൽ ഇവരുടെ നിലപാട് എന്തായിരിക്കുമെന്ന് നോക്കുക.